റീസൈക്കിൾ. സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് നിരോധനത്തെക്കുറിച്ച് കേട്ടുപഠിച്ച സ്ലോഗൻ. എന്നാൽ ഈ സ്ലോഗൻ പ്രാവർത്തികമാക്കി അതിൻ്റെ ഏറ്റവും മികച്ച മാതൃക സൃഷ്ടിച്ച ഒരു സ്കൂളുണ്ട്, നമ്മുടെ കോഴിക്കോട് മായനാട് AUP സ്കൂൾ. അതെന്താണെന്നല്ലേ നമുക്ക് നോക്കാം. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, സാധാരണ സ്കൂളുകളിലൊക്കെ കാണുന്ന പോലെ പ്ലാസ്റ്റിക് നിരോധിത സന്ദേശങ്ങൾ എഴുതിയ പോസ്റ്ററുകളോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ തന്നെ പരീക്ഷണത്തിനുണ്ടാക്കിയ ഡമ്മി പ്രവർത്തനങ്ങളോ മറ്റോ ആയിരിക്കുന്നു. പക്ഷെ അതൊന്നുമല്ല. ഇപ്പം ഞാൻ ഈ നിൽക്കുന്ന ഓഡിറ്റോറിയമാണ് ആ മാതൃക. ഓഡിറ്റോറിയത്തിൻ്റെ ഹൈലൈറ്റ് ആകട്ടെ ഈ ഓടും. ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിന് വളമെന്ന് പറയാറില്ലേ? ഉപയോഗശൂന്യമെന്ന് കരുതി വലിച്ചെറിയുന്ന മാലിന്യത്തിന് പോലും മൂല്യമുണ്ടെന്ന് കാണിച്ചു തരികയാണ് മായനാട് AUP സ്കൂൾ. സ്കൂളിലെ പ്ലാസ്റ്റിക് മാലിന്യം പുനരുൽപാദനം ചെയ്ത ഓടുകൾ ഉപയോഗിച്ച് 7000 സ്ക്വയർ ഫീറ്റ് അളവ് വരുന്ന ഓപ്പൺ ഓഡിറ്റോറിയം. തുടക്കത്തിൽ നമ്മൾ കുട്ടികൾക്ക് ഇവിടെ ഒരു അസംബ്ലി ചേരാനും അതോടൊപ്പം തന്നെ മഴയത്തും വെയിലത്തൊക്കെ തന്നെ കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉള്ളൊരു സൗകര്യം ഒരുക്കുക എന്നുള്ളൊരു ആ ഒരു ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഒരു ഓപ്പൺ ഓഡിറ്റോറിയം എന്നുള്ളൊരു കൺസെപ്റ്റ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ ആ സമയത്ത് മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തുക മുടക്കിയിട്ട് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ വലിയൊരു തുക മുടക്കിയിട്ട് വലിയൊരു രീതിയിലുള്ള സംവിധാനം മാനേജ്മെൻറ്റ് ഒരുക്കി തന്നിട്ടുണ്ട്. എന്നാൽ ആ ഒരു സമയത്ത് ഈ ഒരു വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്വം കൂടി അവരെ ഏൽപ്പിക്കേണ്ടതെന്ന് കരുതി നമ്മൾ ഒരു PTA വിളിച്ചു ചേർത്തുകൊണ്ട് ഈ ഒരു ഓപ്പൺ ഓഡിറ്റോറിയത്തിൻ്റെ ഒരു കൺസെപ്റ്റ് അവരോട് പങ്കുവെക്കുകയായിരുന്നു. അപ്പോൾ PTA സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സപ്പോർട്ടാണ് തന്നത്. ഇതിൻ്റെ ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഓറിയോൺ പോളിമേഴ്സ് എന്ന് പറയുന്ന സ്ഥാപന ഉടമ ശ്രീ ബാബുവേട്ടനുമായിട്ട് സംസാരിക്കാനിട വരുന്നത്. ആ സമയത്താണ് അദ്ദേഹം പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്ത് ബിൽഡിംഗ് മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള ഒരു അറിവ് നമുക്ക് ലഭിക്കുന്നത്. ആ സമയം അദ്ദേഹമായിട്ട് സംസാരിക്കുകയും ഈ സ്കൂളിൻ്റെ ഓപ്പൺ ഓഡിറ്റോറിയത്തിൻ്റെ മുഴുവൻ ഓടുകളും ഏകദേശം 7000-നടുത്ത് ഓടുകൾ ആവശ്യമുണ്ട്. ഇതിന് വേണ്ട പ്ലാസ്റ്റിക് കളക്ട് ചെയ്ത് തരികയാണെങ്കിൽ ആ ഓട് അദ്ദേഹം ചെയ്തു തരാമെന്നുള്ള ഒരു ഇതിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു കൺസെപ്റ്റിലേക്ക് എത്തുന്നത്. ഇത്രയും പ്ലാസ്റ്റിക് കണ്ടെത്തുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് പ്ലാസ്റ്റിക് മാലിന്യം നമ്മൾ എവിടെ നോക്കിയാലും പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് എവിടെ നോക്കിയാലും. എന്നാൽ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ നോക്കുമ്പം ഇത്രയധികം പ്ലാസ്റ്റിക്കുകൾ കണ്ടെത്തുക എന്ന് പറയുന്നത് ആ സമയത്താണ് നമുക്ക് മനസ്സിലാകുന്നത് അത്രത്തോളം പ്ലാസ്റ്റിക്കുകൾ ഇവിടെ ഉണ്ടോ എന്നുള്ളത്. അപ്പം അത് ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് സർക്കാരിൻ്റെ ഈ വർഷത്തെ ഹരിത വിദ്യാലയ പുരസ്കാരം, മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഹരിത വിദ്യാലയ പുരസ്കാരം നമ്മളെ സ്കൂളിന് ലഭിച്ചൊരു സന്തോഷം കൂടി ഈ ഒരു സമയത്ത് നമുക്ക് വെക്കുകയാണ്. ഇത് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഓടിൽ ഓരോ സാധനവും നമ്മൾ റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത പ്ലാസ്റ്റിക് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഉദാഹരണം നമ്മളെ ലേസിൻ്റെ കവറ്, പിന്നെ അതേപോലെ മിഠായിയുടെ കവർ, അതൊന്നും നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സാധനം കൊണ്ടാണ് നമ്മൾ ഇതിലെ പ്ലാസ്റ്റിക്കിൻ്റെ ഓടുണ്ടാക്കിയത്. സാധാരണ ഓടല്ല, നേരെ മറിച്ച് പ്ലാസ്റ്റിക്കിൻ്റെ. അപ്പോൾ ഇതിൻ്റെ അടിയിലാണെങ്കിൽ നല്ല തണുപ്പ്, പിന്നെ മഴക്കാലത്ത് കുട്ടികൾക്ക് കളിക്കാൻ അസംബ്ലി കൂടെ എല്ലാം വളരെ ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ടീച്ചേഴ്സും കുട്ടികളും എല്ലാവരും ഇതിൻ്റെ പിന്നിൽ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ മക്കളും അധ്യാപകരും കൂടെ കൂടിയിട്ട് ഞങ്ങളെല്ലാവരും ഉൾപ്പെട്ടിട്ടാണ് ഇത് കഷ്ടപ്പെട്ടത്. ഇത്രയും ആൾക്കാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നാട്ടുകാരെല്ലാവരും അതിൽ 250 രൂപേൻ്റെ കൂപ്പൺ ഞങ്ങൾ വിറ്റു. അത് കൂടാണ്ട് മാഷ കയ്യിൽ നിന്ന് പൈസ എടുത്ത് അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട് ഞങ്ങൾക്ക്. പിന്നെ സ്കൂളിലെ എല്ലാ മക്കളും ഒരു കുട്ടി പോലും ഇതിൽ ഇടപെടാതെ നിന്നിട്ടില്ല. ഞങ്ങൾ പിന്നെ പ്ലാസ്റ്റിക് പറക്കാനും വരെ കലാമേളയ്ക്ക് പോയി എല്ലാ മക്കളും അതേപോലെ ഓരോന്ന് ചെയ്തിട്ടുണ്ട്. പുതിയ കളിസ്ഥലമൊക്കെ കിട്ടിയപ്പോൾ ഹാപ്പി ആയോ? നല്ല ഹാപ്പി ഞങ്ങൾക്ക്. സന്തോഷമായോ? മഴയത്തൊക്കെ പീട്ടി കളിക്കാം അല്ലേ? ഇവിടെയൊക്കെ വന്ന് കളിക്കാറുണ്ടോ? ഹാപ്പിയാണോ? അപ്പൊ അതേ കണ്ടില്ലേ, സ്കൂൾ പിള്ളേരെല്ലാവരും ഹാപ്പിയാണ്. അതുപോലെ തന്നെ സ്കൂൾ മാനേജ്മെന്റും ഹാപ്പിയാണ്. ഒപ്പം പരിസ്ഥിതിയും ഹാപ്പിയാണ്. മനീഷ് പെടിമണ്ണയ്ക്കൊപ്പം ഗോപിക അരവിന്ദ്, മീഡിയ 1 കോഴിക്കോട്.